السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. വേദിക്കലി ഉപ്പവിഷ്ടരായിട്ടുള്ള SKSM നേതാക്കന്മാരെ, ഉലമാക്കളെ, അതേപോലെ സ്റ്റേജിന്റെ മുൻഭാഗത്തിൽ ഇരുന്നിട്ടുള്ള എല്ലാ സഹോദരന്മാരെ, കാര്യക്രമത്തിൽ ഭാഗവഹിച്ചിട്ടുള്ളതായ മുഅ്മിനാത്തുകളെ, അതേപോലെ നമ്മളെ ഈ ശബ്ദത്തിന് അടുത്തും ദൂരത്തും കേട്ടുകൊണ്ടുള്ളതായ നല്ലവരായ ഈ നാട്ടുകാരെ, ಸೌತ್ ಕರ್ನಾಟಕ ಸಲಫಿ ಮೂವ್ಮೆಂಟ್ ಅಂಧಕಾರದಿಂದ ಬೆಳಕಿನೆಡೆಗೆ, ಪ್ರಕಾಶದೆಡೆಗೆ ചെന്നതായ ഒരു ടാഗ് ലൈനിൽ ഒരാണ്ട് പൂർത്തി ಬೇರೆ ಬೇರೆ ಜಾಗಲಾയിട്ട് സ്റ്റേജ് ಕಾರ್ಯಕ್ರಮ നടത്തിക്കൊണ്ടു. ഇതിന്റെ കാരണം നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട് യാറത്തിന്റെ ആൾക്കാർ ശിർക്കും ബിദഅത്തുമായിട്ട് അന്ധകാരത്തിൽ അല്പസംഖ്യാത സമുദായമായ ഈ മുസ്ലിം സമുദായത്തിന്റെ ബഹുസംഖ്യാത ആൾമാരും ശിർക്കും ബിദഅത്തും ചെന്നതായ ഇരുട്ടിൽ, അന്ധകാരത്തിൽ പരിതപിച്ചുകൊണ്ടു ഏതാണ് നല്ലത് ഏതാണ് ബലക്കെന്ന് അറിയാതെ ഒരുപാട് ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് ഏകദൈവ വിശ്വാസ അല്ലെങ്കിൽ തൗഹീദ് എന്ന് ചെന്നതായ ആ പ്രകാശത്തിലേക്ക് അതിനെ മനസ്സിലാക്കിയതായ ആൾക്കാർ, ആ അന്ധകാരത്തിലുള്ളതായ നമ്മളെ സമുദായത്തിന്റെ ആൾക്കാർക്കും അല്ലാത്തവർക്കും എത്തിക്കുന്നത് നമ്മളെ വലിയ ബാധ്യതയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു കാര്യക്രമം. അതല്ലാതെ നമ്മളെ നാട്ടിൽ ഭിന്നിപ്പാക്കണ, നമ്മളെ നാട്ടിൽ സുന്നത്ത് ജമാഅത്ത് എന്ന ആൾക്കാരെ വേറെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള കാര്യക്രമം അല്ല. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ചെന്നതായ ഒരു പയക്കുണ്ട്. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈക ഹും ഉലുൽ അൽബാബ്. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലദീന യസ്തമിഊനൽ ഖൗല, ചെല്ലുന്നതായ പയക്കത്തിനെ ശ്രദ്ധിച്ചിട്ട് കേൾക്കുന്നതായ ആൾക്കാർ. അതിന്റെ ചെല്ലുന്നതായ പയക്കത്തിനെ ശ്രദ്ധിച്ചിട്ട് കേൾക്കുന്നവരല്ല, യസ്തമിഊന, ശ്രദ്ധിച്ചിട്ട് കേൾക്കുന്നു. ഈ ശബ്ദത്തിനെ ശ്രവിക്കുന്നതായ ദൂരത്തും അടുത്തും നിന്നിട്ടുള്ളതായ ഈ നാട്ടുകാരായ നല്ല സഹോദരന്മാർ, എന്റെ ഒരേ ഒരു കളക്കളിയും ചെല്ലെങ്കിൽ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം, നല്ല ശ്രദ്ധയോടെ കേൾക്കണം, ആദ്യത്തുനിന്ന് അവസാനം വരെ കേൾക്കണം. എന്നിട്ട് ഫയത്തബിഊന അഹ്സനഹു, ഈ ചെല്ലുന്നതായ പയക്കത്തിൽ എന്ത് നല്ലതുണ്ടോ അതിനെ മാത്രം എടുത്തെന്ന് മതി. നല്ലതെല്ലാം നിങ്ങൾ കണ്ണെന്ന് വലിച്ചെറിയും. ഖുർആനും സുന്നത്തുമായിട്ട് ഏതെല്ലാം ഒത്തുചേർന്നില്ലേ, സുന്നത്തിന്റെയും ഖുർആനിന്റെയും ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ സപ്പോർട്ട് ഏതൊരു പയക്കത്തിനില്ലേ, അതിനെ നീ എടുക്കണ്ട. ഖുർആനും സുന്നത്തിനും ഏത് സപ്പോർട്ടായിട്ട് കൂടുന്നുമുണ്ടെന്നാ അതിനെ എടുക്കൽ നമ്മളെ മേലെ ബാധ്യതയാണ്. ആയതുകൊണ്ട് ഫയത്തബിഊന അഹ്സനഹു, ഏറ്റവും നല്ല വാക്കിനെ ആരുത്തം പിൻപറ്റിയും ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആൾക്കാർക്ക് ഹിദായത്തിന്റെ മാർഗത്തെ തുറന്നു കൊടുക്കുന്നു, മാർഗദർശനം നൽകുന്നു. അന്ധകാരത്തിൽ ശിർക്കിലും ബിദ്അത്തിലും നിറഞ്ഞിട്ടുള്ളതായ ആൾക്കാർ ഖുർആനും സുന്നത്തും കേട്ടിട്ട് അതിനെ നമ്മ എടുത്തെന്ന് കണ്ടെങ്കിൽ അവർ അതാ തൗഹീദ് എന്ന് ചെന്നതായ ഒരു പ്രകാശത്തിന്റെ ആ നടയിലേക്ക്, ആ ജാഗയ്ക്ക് അവർ എത്തുവാരി.
അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്ന് വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. നമ്മ ബുദ്ധിയുള്ളവരെന്ന് കണ്ടെങ്കിൽ ഖുർആനും സുന്നത്തും അതാണ് ഏറ്റവും ഫലമായ പ്രമാണം. അതാണ് പ്രമാണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായ ആ മാതൃക അതാണ് സുന്നത്ത്. എന്നിട്ട് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെ 23 വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കിയതായ ഖുർആൻ, അല്ലാഹുവിന്റെ വചനങ്ങൾ, അതാണ് ഏറ്റവും വലിയ പ്രമാണം. അതിൽ ചെല്ലുന്നതായി എന്ത് പയക്കമുണ്ടോ അത് കൂടെ അതിലേക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ മുണ്ടുന്ന കണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എടുത്തിട്ട് തുടരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ആയതുകൊണ്ട് സഹോദരന്മാരെ, ചെല്ലുന്ന പയക്കത്തിന്റെ ചന്തത്തിൽ കാതു കൊടുക്കണം. ഇവിടെ ഞമ്മളിൽ ഭിന്നിപ്പാക്കാനല്ല, ഞമ്മ ഒന്നിച്ചിട്ട് വേണം, ഞമ്മ പിരിസത്തിൽ വേണം, ഞമ്മ ഇളയമൂത്ത മുണ്ടിക്കൊണ്ട് വേണം, ഞമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വേണം. ഒരുത്തൻ സലാം പറയാൻ പാടില്ല, ഒരുത്തന് മുണ്ടം പാടില്ല, വ്യവഹാരം ആക്കാൻ പായല, മംഗളത്തിന് പോകാൻ പായല, അവന്റെ ഔത്തക്ക് പോകാൻ പായല. ഇങ്ങനെ ഭിന്നിപ്പാക്കാനുള്ളതല്ല ഞമ്മ നിങ്ങളെ നല്ല വഴിയിലേക്ക് വിളിച്ചിട്ട് ഞമ്മ എല്ലാവരും ഒന്നിച്ചിട്ട് നാളെ സ്വർഗത്തിൽ കൂടണമെന്നുള്ളതായ ഒരേ ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് ഈ പരിപാടി ഞമ്മ സംഘടിപ്പിച്ചത്. റമദാൻ മാസത്തിന്റെ നോമ്പിന് വേണ്ടിയിട്ടല്ലേ ഞമ്മ കാത്തിരിക്കുന്ന. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ഈമാനുള്ള ആൾക്കാരെ, മുഅ്മിനീങ്ങളെ, നിങ്ങളെ മേലെ നോമ്പ്, റമദാൻ മാസത്തിന്റെ നോമ്പ് ഫറലാക്കപ്പെട്ടിരിക്കുന്നു, മുമ്പത്തെ ആൾക്കാർക്ക് ഫറലാക്കിയതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിനെ പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് ജീവിക്കുന്നതായ ആൾക്കാർ നിങ്ങൾ ആവന് വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് ഈമാൻ എന്ന് ചെല്ലുന്നുണ്ട്. ഈമാനുള്ളവരെ മാത്രം വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെല്ലിയത് നിങ്ങളെ മേലെ നോമ്പ് ഫറലാക്കി നിർത്തി. ഈമാൻ ഉണ്ടെങ്കിൽ മാത്രം ആ നോമ്പ് അവരെ മേലെ ഫറല്. ഈമാൻ ഇല്ലാത്തവന് നോമ്പ് ഫറലില്ല. 30 അല്ലെങ്കിൽ ഒരു തിങ്ങ പയിച്ചിട്ടും ദാഹിച്ചിട്ടും എല്ലാം അളക്കിട്ട് ഇരുന്നിട്ട് 5 വക്ത് നിസ്കാരം ജമാഅത്തോട് കൂടെ നിസ്കരിച്ചിട്ട്, തറാവിയും നിസ്കരിച്ചിട്ട്, തഹജ്ജുദും നിസ്കരിച്ചിട്ട്, എല്ലാം നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഈമാൻ ഇല്ലാതെ എന്താക്കിയിട്ടും കാര്യമില്ല. എന്താണ് ഈമാന്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഈമാൻ ചെല്ലെങ്കിൽ ഒന്നാമത്തേത് അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം. നമ്മുടെ മദ്രസയിൽ സാധാരണ പഠിപ്പിക്കുന്ന ഈമാന്റെ 6 കാര്യമുണ്ടല്ലേ, അതാണ് ഈ ഹദീസിൽ പഠിപ്പിച്ചത്. അതിൽ ഒന്നാമത്തത് അല്ലാഹുവിന്റെ മേലെയുള്ള വിശ്വാസം. അല്ലാഹുവിന്റെ മേലെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അവൻ മുഅ്മിന്, അവൻ ഈമാനുള്ളവൻ, അവന് നോമ്പ് ഫറലാക്കിനെ. അല്ലാത്തവന് നോമ്പ് ഫറലില്ല. അല്ലാഹുവിന്റെ മേലെ എങ്ങനെ വിശ്വാസം വെക്കണം? അല്ലാഹു ഖാലിഖ്, നമ്മളെ പടച്ചവൻ അല്ലാഹു. റാസിഖ് അല്ലാഹു, നമുക്ക് റിസ്ക് തരുന്നവൻ അല്ലാഹു. നമ്മളെല്ലാം നിയന്ത്രണം അല്ലാഹു. ഈ ലോകത്തിന്റെ നിയന്ത്രണം അല്ലാഹുവിലാണ്. നമുക്ക് സീക്ക് തരുന്നവൻ അല്ലാഹു, ശിഫ നൽകുന്നവൻ അല്ലാഹു, മരിപ്പിക്കുന്നവൻ അല്ലാഹു, ജീവിപ്പിക്കുന്നവനും അല്ലാഹു. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൽ മാത്രം ഭരവസ വെക്കണം, അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കണം. അതാണ് അല്ലാഹുവിന്റെ മേലെയുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിൽ കോട്ടമുണ്ടെങ്കിൽ അവൻ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. സഹോദരന്മാരെ, ഒരു തിങ്ങത്തെ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കാത്തിരിക്കുന്ന സമുദായമേ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ ഈമാൻ ഇല്ല എന്ന് കണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ശിർക്കും ബിദ്അത്തും അല്ലാഹുവിൽ കുറിച്ച് ഇത് പങ്കുകാരാക്കലും, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അല്ലാഹു അല്ലാത്തവരെ തവക്കുൽ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ കൽമഷമുണ്ടു, നജീസുണ്ടു, ശിർക്ക് ബിദ്അത്തും ചെന്ന നജീസുണ്ടു. അതിനെ ക്ലീൻ ആക്കാതെ റമദാൻ മാസത്തിലേക്ക് കടന്നിട്ട് കാര്യമില്ല. സഹോദരന്മാരെ, മനസ്സു ശുദ്ധി വേണം. അതേപോലെ നമ്മളെ ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ശുദ്ധിയാക്കണം. പള്ളി ക്ലീനായി, പൊര ക്ലീനായി, നിസ്കാരം കുപ്പായ ക്ലീനായി, പെണ്ണുങ്ങളത് മുസല്ല ക്ലീനായി, എല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ച് മാത്രമാ ബിദ്അത്തും ശിർക്കും ചെന്നതായ നജീസിൽ നിന്നിട്ട് കൽബ് ക്ലീൻ ആക്കിയിട്ടില്ല.
പള്ളിയിൽ സഫായിട്ട് നിസ്കരിക്കുന്ന സഹോദരന്മാർ തമ്മറെ ഇടയിൽ നഞ്ചിയും നരക്കയും അരിസയും വെച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നീ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല സഹോദര. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ നമ്മളത് പൂർത്തിയാവണം. ഈമാനില്ലാതെ മരിച്ചെന്ന് കണ്ടെങ്കിൽ ഈ ലോകത്തിന് നിയന്ത്രണം ഔലിയാക്കന്മാരെ കയ്യിലാണെന്ന്. ഔലിയാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണോ, അവരെ ആദരിക്കണോ, അംബിയാ മുർസലീങ്ങളെ ആദരിക്കണോ, അതേപോലെ സഹാബത്തിനെ അംഗീകരിക്കണം. അതല്ല ഈമാനിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഞമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഞമ്മ മുസ്ലിം അല്ലെങ്കിൽ മോമിൻ എന്നിട്ട് പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലെ സലാത്ത് ഏറ്റവും കൂടുതൽ ചെല്ലണു. അതിലേക്ക് ടൈം എന്തില്ല. വെള്ളിയാസൻ എന്ത് യാരെ ചെല്ലണു. നിങ്ങളെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. സലഫികൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തവരാണ്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ പിരിസം വെക്കാത്തോറു, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ സലാത്ത് ചെല്ലാത്തോറു, ദിക്റും തസ്ബീഹും ഒന്നും ഇല്ലാത്തോറു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നേതാവ്. ആ നേതാവിനെ നമ്മളെ ജീവത്തിനെ കാണാൻ യാരെ പിരിസം വെച്ചില്ല എന്ന് കണ്ടെങ്കിൽ അവന് ഇസ്ലാമിന് ഒരു സ്ഥാനവുമില്ല. അപ്പോൾ ഈമാന് പൂർത്തിയാവണമെങ്കിൽ ഇതൊക്കെ വേണം. ആ ഈമാന് പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് നോമ്പ് ഫറള്. അല്ലാതെ ഈ നോമ്പ് മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യങ്ങൾ ആയതുകൊണ്ടിട്ട് നമ്മളെ ഇന്ന് വന്നതായ മൗലവി അബ്ദുൽ നാസിറുദ്ദീൻ റഹ്മാനി അവർകൾ നമുക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന വിഷയത്തിൽ നന്നായിട്ട് നമുക്ക് പ്രഭാഷണം നടത്തി തരും. അതിനെ നല്ല പോലെ കേട്ടിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ആ ചെല്ലുന്നതായ സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്താണെങ്കിൽ അതിലേക്ക് കടന്നു പറഞ്ഞു ചെല്ലിട്ട് നിങ്ങളെല്ലാവരും വിനന്തിയാക്കിയിട്ട് എൻ്റെ ഈ രണ്ട് പയക്കത്തിന് നിർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പയക്കത്തിന് നമുക്ക് അനുസരിക്കാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിനെ ഒരു സ്വാലിഹായ അമലാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.